ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ജിയോ കാരിയറിന്റെ റിലയൻസ് ജിയോയുടെ വളരെയേറെ വേക്കൻസികളുണ്ട്. അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഈ വേക്കൻസി നോക്കണം. ഇതിനകത്ത് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു കൊള്ളട്ടെ, ഇതിനകത്തൊരു ഏജ് പ്രപ്പോസൽ ഇല്ല. ഇത്ര ഏജ് വരെ ലിമിറ്റ് എന്നില്ല, ആർക്ക് വേണേലും ചെയ്യാം. അതും ഒരു ഭാഗമായിട്ട് ഇതിൻ്റെ അകത്ത് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരുപാട് വർക്കുകളുണ്ട്. വർക്ക് അറ്റ് ഹോമിന്റെ ഒരുപാട് വർക്കുകളുണ്ട്. അപ്പം വളരെയേറെ വേക്കൻസി ഇതിനകത്തുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഫ്രീലാൻസറിന്റെ ഉണ്ട് 7825. ഈ ഫ്രീലാൻസർ എന്ന് പറഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുവാനായിട്ട് നമ്മൾ വീട്ടിൽ ഇരുന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. 7825 ഫ്രീലാൻസറുടെ വർക്കുണ്ട്. അത് കണക്കിന് സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് 814. നിങ്ങളെ ഞാൻ ഓരോന്നായിട്ട് കാണിക്കുക. ഇതാരും വിട്ടുകളയല്ലേ, വളരെ നല്ല വേക്കൻസിയാണ്. ഒരുപാട് നാൾ കൂടിയിരുന്നാണ് ജിയോ പുതിയതായിട്ടൊരു വേക്കൻസി ഇടുന്നത്. കസ്റ്റമർ സർവീസിന്റെ ഉണ്ട് 513. ബിസിനസ് ഓപ്പറേഷനിലുണ്ട് 493. അത് കണക്ക് തന്നെ ജിയോ സെയിൽ അസോസിയേറ്റഡിന്റെ ഉണ്ട് 310. എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ ഉണ്ട് 234. അത് കണക്ക് ഐ ടി സിസ്റ്റത്തിന്റെയൊക്കെ 29 ജോബ് ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ഉണ്ട്, അതായത് HR അങ്ങനെയുള്ള ഹ്യൂമൻ റിസോഴ്സ്, അതിന്റെ 21 ജോബ് ഉണ്ട്. ഓപ്പറേഷൻ 19 ജോബ് ഉണ്ട്. അതേഴ്സ് 17 ജോബ് ഉണ്ട്. ഫൈനാൻസ് കംപ്ലൈൻസ് ആൻഡ് അക്കൗണ്ടിങ് 16 ഉണ്ട്. സപ്ലൈ ചെയിൻ. അപ്പം ഒരുപാട് ഇനിയും താഴോട്ട് ഒരുപാട് വേക്കൻസി ഉണ്ട്. നിങ്ങൾ ഓരോന്നിലും സെർച്ച് ചെയ്യണം. അപ്പം ഏതൊക്കെ വേക്കൻസിയാണ് നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം. അതായത് ഒരു അറ്റ് എ ഗ്ലാൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നതാണ്. നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം ഏതൊക്കെ വേക്കൻസിയാണ്, അല്ലെങ്കിൽ ഇതിന് ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾക്ക് വേണ്ടത്, ഏതെല്ലാം ഡോക്യുമെന്റ്സ് നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യണം, അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് നിങ്ങൾ ഏജ് എന്തായിരിക്കണം, ഇതിന് എന്തെങ്കിലും ഫീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. അപ്പം അതിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇത് കണക്കുള്ള നല്ല നല്ല വേക്കൻസികൾ അതാത് സമയങ്ങളിൽ നിങ്ങളുടെ മുന്നിലെത്തും, നിങ്ങളുടെ മൊബൈലിലെത്തും. നിങ്ങൾക്ക് മൊബൈലിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണേലും ഈ ഒരു വേക്കൻസി ആണേലും ജിയോയുടെ വേക്കൻസി നമുക്ക് മൊബൈലിലൂടെ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചില മൊബൈൽ സപ്പോർട്ട് ചെയ്യത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ 99% നമുക്ക് മൊബൈലിലൂടെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ അത് കണക്ക് തന്നെ നിങ്ങൾ ലൈക്കും ചെയ്യണം. ഞാൻ ഈ വേക്കൻസിയൊക്കെ നിങ്ങൾക്ക് അയക്കുമ്പോൾ എനിക്ക് തരുന്ന ഒരു മോട്ടിവേഷനാണ് ലൈക്ക് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഒരു സെക്കൻഡ് വീഡിയോ 10, 45,000, 50,000 പേര് കാണുന്നുണ്ട്. പക്ഷെ 10, 12 ലൈക്കേ വരുന്നുള്ളൂ. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ലൈക്ക് ചെയ്യാത്തതെന്ന്. അപ്പൊ ഈ വേക്കൻസി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടണം. അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു അറ്റ് എ ഗ്ലാൻസ് റിപ്പോർട്ടിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ, ഏതെല്ലാം ഏജ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. റിലയൻസ് ജിയോ റിക്രൂട്ട്മെന്റ് 2025 അപ്ലൈ ഓൺലൈൻ ഫോർ വേരിയസ് പ്രഷറിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് വേറൊരു ബെനിഫിറ്റ് ആണ്. റിലയൻസ് ജിയോ റിക്രൂട്ട്മെന്റ് 2025 വേക്കൻസി. റിലയൻസ് ജിയോ ന്യൂ വേക്കൻസി 2025. റിലയൻസ് ഓർഗനൈസേഷൻ റിലയൻസ് ജിയോ സെയിൽ ഡിസ്ട്രിബ്യൂഷനിലുണ്ട്, ബിസിനസ് ഓപ്പറേഷനിലുണ്ട്. ഞാൻ അതെല്ലാം അവിടെ കാണിച്ചതാണ്. എഞ്ചിനീയറിംഗ് ഉണ്ട്, IT ആൻഡ് സിസ്റ്റം ഉണ്ട്, കസ്റ്റമർ സർവീസ് ഉണ്ട്, ഓപ്പറേഷൻ ഉണ്ട്, സപ്ലൈ ചെയിൻ ഉണ്ട്, ഫ്രീലാൻസർ ഉണ്ട്, ഫൈനാൻസ് കംപ്ലൈൻസ് ആൻഡ് അക്കൗണ്ടിങ്, അഡ്മിൻ സർവീസ് ഉണ്ട്, പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് ഉണ്ട്, പർച്ചേസ് ആൻഡ് കോൺട്രാക്ട് ഉണ്ട്, മാർക്കറ്റിംഗ്, ലീഗൽ ആൻഡ് അതർ ഉണ്ട്. മൾട്ടിപ്പിൾ ജോബാണ്, വളരെയേറെ ജോബ് ഉണ്ട്. അപ്ലൈ മോഡ് ഓൺലൈനാണ്. ആൾ ഇന്ത്യയിലുള്ള മെയിൽ ഫീമെയിലിന് ഇതിനകത്ത് അപേക്ഷിക്കാൻ. നിങ്ങൾ ഇന്ത്യയിൽ ഏത് ഡിസ്ട്രിക്റ്റിലായിക്കോട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നവരായിക്കോട്ടെ, ഏത് സ്റ്റേറ്റിലായിക്കോട്ടെ, നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ജിയോ വർക്ക് ഫ്രം ഹോമും ഉണ്ട് ഇതിനകത്ത്. അപ്പം മിനിമം ഏജ് എന്ന് പറയുന്ന 18 വയസ്സാണ്. ആ വർക്ക് ഫ്രം ഹോമിലുള്ളത്. മാക്സിമം ഏജ് എന്ന് പറയുന്ന നോ ലിമിറ്റാണ്. പക്ഷേ നിങ്ങൾ ഇതിലേക്ക് എവിടെങ്കിലും വർക്ക് അറ്റ് ഓഫീസ് ആണെങ്കിൽ നിങ്ങൾക്ക് 50 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ ജനറൽ ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, നിങ്ങൾക്ക് നില്ലാണ്. അത് കണക്കാണ് SC ST PWDക്കും നില്ലാണ്. സെലക്ഷൻ പ്രോസസ് നോ എക്സാം. ഇതിനൊരു എക്സാം ഇല്ല.
എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് 10th 12th ഗ്രാജുവേറ്റ് ഫ്രം റിക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി. ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് റെസ്യൂം, CV, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ആധാർ കാർഡ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഏജ് പ്രൂഫ്. അപ്ലൈയുടെ ഒരു കാര്യങ്ങളാണ് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈൻ ആൾറെഡി സ്റ്റാർട്ട്, ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈൻ അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. കാര്യം അവരേത് സമയത്തും, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റ് കണക്കല്ല, ഗവൺമെന്റിന്റെ നമുക്ക് റിക്രൂട്ട്മെന്റിന്റെ ആ അഡ്വർടൈസ്മെന്റ് വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു പർട്ടിക്കുലർ കട്ട് ഓഫ് ഡേറ്റ് കാണും. പക്ഷേ പ്രൈവറ്റ് കമ്പനിയെ പറ്റി അങ്ങനെയില്ല. അവർക്ക് ആള് കിട്ടുന്നിടം വരെ, അവർക്ക് യോജിച്ച ആള് കിട്ടുന്നിടം വരെ ആ ഓൺലൈനിൽ അത് നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ തരുന്ന ലിങ്ക് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളത് നോക്കുക. അത് കണക്ക് തന്നെ ഇതിനു മുന്നേ നിങ്ങൾ ജിയോയിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് ഇതിനകത്ത് ചാൻസസ് വളരെയേറെയാണ്. കാര്യം വേക്കൻസി അത് കണക്ക് വളരെയേറെയുണ്ട്. അപ്പൊ ഇനി നമുക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അവർ ഫീച്ചേർഡ് കാറ്റഗറീസ് ആണ്. ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ തരുന്ന എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ജിയോയുടെ ഈ ഒരു കരിയർ പേജിലേക്കാണ് വരുന്നത്. ഇവിടെ ഫ്രീലാൻസർ, നമുക്കിപ്പം ഫ്രീലാൻസറിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. അല്ല സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇവിടെ ചെയ്യണം. നിങ്ങൾ ഫ്രീലാൻസർ, ഞാൻ സപ്പോസ് ചെയ്യാൻ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഫ്രീലാൻസർ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വരണം. താഴോട്ട് വരുമ്പോൾ ഇവിടെ അതിൻ്റെ ആ ഇത് ഫോട്ടോ കാണിക്കും. അത് കണക്ക് ഫ്രീലാൻസർ വരുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് ജിയോ കസ്റ്റമർ അസോസിയേറ്റ് ആൻഡ് ഓപ്പറേഷണൽ പ്രോഗ്രാം ടു കണക്ട് വുമൺ ആൻഡ് യൂത്ത് ടു ബി പാർട്ട് ഓഫ് ദ ഡിജിറ്റൽ ഇന്ത്യ മൂവ്മെന്റ്. ഇത് നിങ്ങൾ വായിച്ചു നോക്കണം. കം ജോയിൻ ദ ഡിജിറ്റൽ ഇന്ത്യ മൂവ്മെന്റ്. ഡിജിറ്റലാണ്, ജിയോയാണ്. ജിയോ കസ്റ്റമർ അസോസിയേറ്റ് ഫ്രീലാൻസർ JP, അതിൻ്റെ ആ ജോലിയുടെ നമ്പർ തന്നിട്ടുണ്ട്. ജിയോ കസ്റ്റമർ അസോസിയേറ്റഡ് ജിയോ. ഇവിടെ നമുക്ക് പല 931 വേക്കൻസി ഉണ്ട്. അപ്പോഴത്തേക്ക് ഇപ്പൊ ജിയോ കസ്റ്റമറിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഇവിടെ ജിയോ കസ്റ്റമർ അസോസിയേറ്റിന്റെ വന്ന് ഇവിടെ നിങ്ങൾ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നേരത്തെ ഇതിനകത്ത് ജിയോയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജിയോയുടെ ഇമെയിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ആ ഇമെയിൽ കൊടുത്തിട്ട് ഇവിടെ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഇല്ലെങ്കിൽ ന്യൂ യൂസറിനെ പോവുക. ന്യൂ യൂസർ കാൻഡിഡേറ്റ് പ്രൊഫൈൽ ഇവിടെ പറയുന്നുണ്ട്. ന്യൂ യൂസർ വരുമ്പോഴത്തേക്ക് ക്രിയേറ്റ് പ്രൊഫൈൽ, പ്രൊവൈഡ് യുവർ ഡീറ്റെയിൽ ടു സെറ്റപ്പ് യുവർ അക്കൗണ്ട്. ഇമെയിൽ കൊടുത്ത് ഇവിടെ പാസ്വേഡ് കൊടുക്കണം, കൺഫേം പാസ്വേഡ് കൊടുക്കണം. എബൌട്ട് യു, പ്രൊവൈഡ് യുവർ പ്രൊഫഷണൽ ഇൻഫോർമേഷൻ, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കണം. ഇന്ത്യ ഏതാ കൺട്രി എങ്കിൽ നമ്മൾ ഇന്ത്യ കൊടുത്ത് ക്യാപ്ച ഇവിടെ കൊടുക്കണം. ക്യാപ്ച കൊടുത്തു കഴിഞ്ഞ് കൺഫേം ചെയ്യണം. കൺഫേം ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത ആ പേജിലേക്ക് വരും. അവിടെ നിങ്ങൾക്ക് അടുത്ത പേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ലോഗിൻ ആൻഡ് അപ്ലൈയുടെ ഇതിൽ വരും. ഇവിടെ ലോഗിൻ ആൻഡ് അപ്ലൈ ചെയ്യുക. ഇവിടെ ഇമെയിൽ കൊടുത്ത് നിങ്ങൾ അവിടെ കൊടുത്ത ഇമെയിൽ കൊടുത്ത് ഇവിടെ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഇവിടെ ലോഗിന് ക്ലിക്ക് ചെയ്യുക. ലോഗിന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അതിനെപ്പറ്റി ഞാൻ അധികം പറയുന്നില്ല, കാര്യം വീഡിയോ ഒരുപാട് നീളും. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു വേക്കൻസിയാണ്, ജിയോയുടെ വേക്കൻസിയാണ്. ജിയോയുടെ വേക്കൻസി ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലതാ, അതിനകത്ത് ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പം എല്ലാവരും അപ്ലൈ ചെയ്യുക. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.